ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനത്തായ ലേഖനം 11-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് ഒരുവന് പ്രായനായവനു തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. 11-ാം വാക്യത്തിൽ നമ്മൾ മുൻപിൽ വായിക്കുന്നു, വിശ്വാസത്തിൽ സാറയും വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന്. അപ്പോൾ സാറയുടെയും അബ്രഹാമിന്റെയും വിശ്വാസം ഒരേപോലെ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവനത് നിറവേറ്റി കൊടുക്കുമെന്ന് സാറയുടെ വിശ്വാസം പൂർണ്ണമായപ്പോൾ അബ്രഹാമിനോട് ചെയ്ത ദൈവിക വാഗ്ദത്തത്തിന്റെ പൂർണ്ണതയുടെ വരും. അതുകൊണ്ട് മൃതപ്രായവനായവന് തന്നെ ആകാശത്തിൽ നക്ഷത്രങ്ങൾക്ക് കടൽക്കരയിൽ മൺതിരി പോലെയും ഇവിടെ ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് ഈ വചനങ്ങളുടെ അർത്ഥം? അബ്രഹാമിൽ നിന്നൊരു ഇസ്ഹാക്ക് മാത്രമേ ജനിച്ചുള്ളൂ. പക്ഷെ നമ്മൾ നോക്കണേ, വാഗ്ദത്തം പ്രാപിച്ച ഒരു ദൈവത്തിന്റെ പൈതൽ, അവൻ ജനിക്കുന്ന ഒരു സന്തതി. ദൈവത്തിന്റെ പൈതലെ വാഗ്ദത്തം നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിന്നോട് ചെയ്ത വാഗ്ദത്തമാണ് ദൈവം നിന്റെ പിൻ തലമുറയിൽ കൂടെ അതിനെ നിവർത്തീകരിച്ചു കൊണ്ടുവന്നു. പറഞ്ഞാൽ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്ത പ്രകാരം സാറയും അബ്രഹാമും കൂടെ ഒന്ന് ചേർന്ന് വിശ്വസിച്ചപ്പോൾ അവർക്ക് സന്തതി ജനിച്ച് ഇസ്ഹാക്ക്. ഇസ്ഹാക്കിനോടുള്ള ബന്ധത്തിൽ ഇസ്ഹാക്കിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഫെലിസ്ത്യർ അവനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അവന്റെ നന്മകളെ മുടക്കിക്കളയുവാൻ ഫെലിസ്ത്യർ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇസ്ഹാക്കിന്റെ ഒരു പ്രത്യേക സ്വഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ, ഫെലിസ്ത്യർ അബ്രഹാമിന് ദാനമായി കൊടുത്ത, അവകാശമായി കൊടുത്ത കിണറുകൾ നിറയെ വെള്ളമുള്ള കിണറുകളാണ്. അക്കാലത്ത് കിണർ ഒരു അസറ്റാണ്. കിണറുകളിൽ കല്ലും മണ്ണും ഇട്ട് നികത്തുന്ന ഒരു സ്വഭാവം ഫെലിസ്ത്യർക്കുണ്ടായിരുന്നു. കാരണം ഇവൻ പരദേശിയാണ്. പക്ഷേ ഇവരെത്രത്തോളം കല്ലും മണ്ണും ഇട്ട് നിർത്തുവോ അതിനപ്പുറത്ത് അവൻ അത്രത്തോളം എന്ത് ചെയ്യുമായിരുന്നു? വീണ്ടും കുഴിക്കുമായിരുന്നു. കുഴിക്കുന്നതിലെല്ലാം ദൈവം അവന് വെള്ളം കൊടുക്കുമായിരുന്നു. പിന്നെയും ശത്രു വന്നതിനെ മണ്ണിട്ട് മൂടും, കല്ലിട്ട് നികത്തും. പിന്നെയും അവൻ കുഴിക്കും. അവസാനം അവര് മൂടും, ഇവൻ കുഴിക്കും. എന്റെ വിശ്വാസം അല്ല, നമ്മളെ പോലൊക്കെ മണ്ണിട്ട് മൂടി ഇനി ഇത് പോട്ടെന്ന് കണ്ട് വിട്ടുകളയുന്നില്ല. ദൈവത്തിന്റെ പേരിൽ വിട്ടുകളയരുത്. ആവിചാരകന്മാരും ദുർമന്ത്രവാദികളും ക്ഷുദ്രക്കാരും നാലാം വേദക്കാരും, ഞാൻ ഈ പരിശുദ്ധാത്മാവിൽ വാക്യങ്ങൾ പറയുമ്പോൾ ഒരുപറ്റം ജനം ആരെങ്കിലും ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ, സ്നേഹ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത് 4 ഭാഗത്തും പലയിടങ്ങളിലേക്ക് പോകുന്ന ഒരു സ്നേഹ സന്ദേശം. ഇത് യൂട്യൂബിൽ ഉൾപ്പെടെ പലയിടങ്ങളിലേക്ക്, ത്രെഡ് അങ്ങനെ പലയിടങ്ങളിലേക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ പലയിടങ്ങളിലേക്ക് ഞാൻ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്നേഹ സന്ദേശമാണ്. അപ്പോൾ ഇത് കേൾക്കുന്നവർ ഒരുപക്ഷെ ചിന്തിക്കും, ഇത് ഇങ്ങനെയുണ്ടോ? ആഭിചാരകന്മാരുണ്ട്, മന്ത്രവാദികൾ ഈ കാലത്ത് ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ദൈവവചനം പുരാതനമേ പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അതൊക്കെ ഉണ്ട് നമ്മുടെ കണ്ണിന് മുമ്പ്. അതൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൂടി ബോധ്യമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ദൈവവചനത്തിൽ ആശ്രയിച്ച് അത് വിശ്വസിപ്പാൻ എൻ്റെയും ജീവിതത്തിലിടെ. അതുകൊണ്ട് ഇതെല്ലാം ഉണ്ട്. ആഭിചാരകന്മാരുണ്ട്, ദുർമന്ത്രവാദികളുണ്ട്, ക്ഷുദ്രക്കാരുണ്ട്, നാലാം വേദക്കാരനുണ്ട്, അങ്ങനെ വലുതും ചെറുതുമായ ഒരുപാട് ആയുധങ്ങൾ ദൈവജനത്തിനെതിരെ ഉണ്ട്. പക്ഷേ നിന്നോട് ദൈവം വാഗ്ദത്തം, നിന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം, അല്ല നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നിന്റെ സന്തതിയിൽ കൂടി ദൈവം ആരെല്ലാം എതിർത്ത്, ആരെല്ലാം അവിടെ നന്മ തടുത്തു കളയാൻ ശ്രമിച്ചു, ആരെല്ലാം അവിടെ നന്മ മൂടിക്കളയാൻ ശ്രമിച്ചാലും വീണ്ടും അവരെ കൊണ്ട് തന്നെ ദൈവം എന്ത് ചെയ്യും? നിന്റെ സന്തതിയിൽ കൂടി, അല്ലെ നിന്നിൽ കൂടി വീണ്ടും നീ എന്ത് ചെയ്യും? ദൈവത്തിൽ ആശ്രയിക്കും, നീ അത് പണിയും. അവൻ ഇടിച്ചു കളയാൻ ശ്രമിക്കും, പിന്നെയും ദൈവം നിന്നെ കൊണ്ട് പണിയും. കാരണം ശത്രുവിന് തോക്കാൻ ഒരുപക്ഷെ എന്റെയും നിന്റെയും മനസ്സ് ഒരുപക്ഷെ തോക്കാനായിട്ട് ആ ആഭിചാര ശക്തിയുടെ, ആ മന്ത്രശക്തിയുടെ പ്രമത്താൽ ഒരുപക്ഷെ നമ്മൾ ബലഹീനരായി പോകും. പക്ഷെ ദൈവം ബലഹീനാകത്തില്ല. ദൈവം വീണ്ടും നമ്മളെ കൊണ്ട് പണിയും. അതായത് ഇസ്ഹാക്ക് കുഴിച്ച പോലെ വീണ്ടും കിണറുകളെ കുഴിക്കുകയും അതിന് വെള്ളം നിറയ്ക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വയതിൽ എവിടെയെങ്കിലും നിന്റെ നന്മ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അബ്രഹാമിനെ പോലെ ആമീൻ സ്തോത്രം, വാഗ്ദത്തം പ്രാപിച്ച് നീ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിന്റെ വാഗ്ദത്തിന്റെ ജീവിതത്തിൽ നിറവേറ്റുകയും ചെയ്തിട്ടുള്ള ശത്രുവിന്റെ നന്മ അടച്ചെങ്കിൽ വീണ്ടും നിന്നെ കൊണ്ട് തന്നെ ആമീൻ സ്തോത്രം ദൈവം എന്ത് ചെയ്യും? അടച്ച കുഴികൾ അവൻ അടച്ചിട്ട് പോയെങ്കിൽ നിന്നെ കൊണ്ട് വീണ്ടും അവിടെ തന്നെ കുഴിപ്പിച്ച് അവിടുന്ന് തന്നെ എന്ത് ചെയ്യും? അതിൽ നിന്ന് തന്നെ നിന്നെ കൊണ്ട് വെള്ളം എടുപ്പിക്കും. നിനക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ? ആഭിചാരകന്മാരാൽ, ദുർമന്ത്രവാദികളാ,
ആരുടെയെങ്കിലും ജീവിതത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, സമ്പത്ത് നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടോ, കുടുംബജീവിതത്തിൽ അസ്വസ്ഥത വന്നിട്ടുണ്ടോ? ഇതൊക്കെ സംഭവിച്ച അന്ധകാര മണ്ഡലത്തിന്റെ ശക്തികളുടെ ആഭിചാര ക്രിയകളുടെ ഫലമായിട്ടാ സംഭവിച്ചെങ്കിൽ അവിടെ തന്നെ നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം വെച്ചിട്ടുണ്ട്. ഇസ്ഹാക്കിന്റെ കിണറുകളിൽ കുഴിച്ചെടുത്തെല്ലാം ബെലിസ്ത്യൻ മണ്ണിട്ട് നികത്തി വീണ്ടും വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിൽ വിശ്വസിച്ചുകൊണ്ട് വീണ്ടും അവൻ കുഴിച്ചെന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ഇസ്ഹാക്കിൽ കൂടി ജനിച്ചവരാണ് യാക്കോബും ഏശാവും. നോക്കണമേ, യാക്കോബിനെ നോക്ക്. യാക്കോബിന്റെ ജീവിതത്തിൽ അവൻ വീട് വിട്ട് ഇറങ്ങുന്ന അന്ന് മുതൽ അവന്റെ ജീവിതത്തിൽ അവന്റെ തലയ്ക്ക് മുകളിൽ മരണം ഉണ്ടായിരുന്നു. പക്ഷെ അബ്രഹാമിനോടുള്ള വാഗ്ദത്വം അവന്റെ മേൽ കിടക്കുന്ന. അബ്രഹാം എങ്ങനെയാണ് ഇസ്ഹാക്കിനെ പ്രാപിച്ചത്? ദൈവിക വാഗ്ദത്വത്തിൽ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചതുകൊണ്ട്. അപ്പോൾ നീ വിശ്വാസത്തോട് ദൈവിക വാഗ്ദത്വത്തിൽ നിന്ന് പ്രാപിച്ചതാണെങ്കിൽ യാക്കോബ് എവിടെ പോയാലും യാക്കോബിനെ രക്ഷിപ്പാൻ ദൈവമുണ്ട്. അതാണ് അവൻ മരുഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി. യാക്കോബിന്റെ കഴിവ്, യാക്കോബിന്റെ കൃപ, യാക്കോബിന് ദൈവത്തെ കുറിച്ച് അറിവൊന്നും ഉണ്ടായിട്ടല്ല. സ്വർഗത്തിൽ നിന്ന് ദൈവം അവന്റെ മുമ്പിൽ, അവൻ ലൂസിലായിരുന്നപ്പോൾ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പേരിൽ നിന്റെ വിശ്വാസം കൊണ്ടാണ്, നിന്റെ പ്രാർത്ഥന കൊണ്ടാണ് നിന്റെ സന്തതി ആപത്തിൽപ്പെടുമ്പോൾ ദൈവം ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ഈ രാത്രികാലം ദൈവത്തിന്റെ വചനം നിനക്ക് ശ്രവിക്കുവാൻ, ഈ സ്നേഹസന്ദേശം നിന്റെ ജീവിതത്തിൽ ശ്രവിക്കുവാൻ നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നീ ഓർത്തുകൊള്ളണം. നിന്റെ ഉപവാസം കൊണ്ടും നിന്റെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിലുള്ള നിന്റെ വിശ്വാസം കൊണ്ടും ദൈവത്തിൽ നിന്റെ ആശ്രയത്വം കൊണ്ടും നിന്റെ തലമുറ ഏതെങ്കിലും അപകടം മുൻപിലെത്തിയാൽ ദൈവം നിന്നെ ഓർത്ത് ഇറങ്ങി വന്നവനെ വിടുവിക്കുന്ന ദൈവമാ. അബ്രഹാമിനെ ഓർത്ത് ഇസ്ഹാക്കിന്റെ കിണറുകളെ വീണ്ടും അവനെ കൊണ്ട് കുഴിപ്പിച്ചതിന് വെള്ളം കൊടുത്തതുപോലെ, അല്ലെങ്കിൽ ഇസ്ഹാക്കിന്റെ വിശ്വാസത്തെ, അബ്രഹാമിന്റെ വിശ്വാസത്തെയും കണ്ടവന്റെ സന്തതിയായിരിക്കുന്ന യാക്കോബ് ഏത് അപകട മേഖലകളിലേക്ക് കടന്നു പോയപ്പോൾ അവിടെ ഇറങ്ങി വന്ന് ദൈവം അവനെ വിടുവിച്ചതുപോലെ, അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ? അബ്രഹാമിലുള്ള ദൈവത്തിന്റെ വിശ്വാസം. നിന്റെ വിശ്വാസത്തിന്റെ സന്തതി എവിടെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു അപകടം, ഒരു അനർത്ഥം അവന്റെ മുമ്പിലുണ്ട്, ഒരു തകർച്ച, അല്ലെങ്കിൽ അവന്റെ സാമ്പത്തികം, അവന്റെ ജോലിയിൽ എന്തെങ്കിലും ഒരു തകർച്ച ഉണ്ടെങ്കിൽ നീ ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ മതി, നീ ഇവിടുന്ന് ഉപസിച്ചാൽ മതി. ഏത് മന്ത്രവാദിയും തന്ത്രവാദിയും തകർത്തുകൊണ്ട് നിന്റെ തലമുറയെ വിടുവിപ്പാൻ ശക്തനായ ഒരു ദൈവമാണ് നിന്നോട് ആലോചന പറയുന്നതെന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത്. കൊണ്ട് കർത്താവിൽ ധാരാളം വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകും. നിന്റെ തലമുറയ്ക്കെതിരെ നിൽക്കുന്ന സകല അന്ധകാരത്തെയും സകല ഇരുളിന്റെ ശക്തികളെ തകർത്തുകൊണ്ട് അവനെ എത്തിക്കേണ്ടിടത്ത് എത്തിപ്പാൻ നിന്റെ ദൈവം വിശ്വസ്തൻ. ഈ വചനങ്ങളാൽ ദൈവം